ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോളുടെ കൂടെ നിന്നിട്ട് നെവിനൊപ്പം ഇപ്പോൾ ചേർന്നിട്ട് അനുമോളെ കളിയാക്കുന്ന ആദിലേനെ നൂറേനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അറിയാലോ, നെവിനൊപ്പം അനുമോളെ എവിടെ വെച്ച് കണ്ടാലും ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നീ മോഡേൺ കുല സ്ത്രീയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞത് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ നെവിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും അനുമോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദില പറയുകയാണ്, അതെ 18ാം നൂറ്റാണ്ടിൽ ഇതുവരെ വണ്ടി കിട്ടാത്തൊരു വ്യക്തിയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ നൂറ അവിടെ കളിയാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കും ഉണ്ടല്ലോ എല്ലാ സമയം ഒരു ഫ്രണ്ട്, ഇപ്പോഴും 18ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തൊരു ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ടാണ് ഈ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നെവിൻ്റെ മുമ്പിൽ വെച്ച് അനുമോളെ കളിയാക്കുവാണ്. അത് സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ശരിക്കും അത് കൊണ്ടിട്ടുണ്ട് ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അവർ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും നെവിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അനുമോൾക്ക് അത് ശരിക്കും കൊള്ളുന്നത് തന്നെയാണ്. പിന്നീട് ഒറ്റയ്ക്ക് പോയി മാറി നിന്ന് ബെഡ്ഷീറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന അനുവിനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവർ 3 പേരും പണപ്പെട്ടീനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇത്തവണ ആരെടുക്കണം, നിങ്ങൾക്ക് എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ, കഴിഞ്ഞ സീസൺ 5 4 എടുത്തിട്ടുണ്ടായിരുന്നു, അവർ 10 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഒരു പണപ്പെട്ടിയുടെ ഒരു ചാൻസ് കിട്ടി ഉറപ്പായിട്ടും അത് അതിനെ നൂറേയും തൂക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ഒരു പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ലൈവിൽ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അനുമോൾക്കെട്ടി നൈസായിട്ട് ഒരു പണി കൊടുക്കുന്ന ആദിലേനെ നൂറേനെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു.